എനിക്ക് യേശുക്രിസ്തുവിനെ ഒത്തിരി ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ മതപരിവർത്തനമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഞാനിവിടെ മതത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. യേശുക്രിസ്തു എന്നുള്ള ഒരു വ്യക്തി, അതായത് മനുഷ്യജന്മം ഉടലെടുത്ത് മനുഷ്യനായിട്ട് ഒരമ്മയിലൂടെ, ഒരു മാതാവിലൂടെ ജനിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച ഒരു മനുഷ്യനെക്കുറിച്ചാണ്. മനുഷ്യനായി പിറന്ന് മനുഷ്യനായി ജീവിച്ച് ദൈവമായിട്ട് നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം ജീവൻ അർപ്പിച്ച ആ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സത്യം, ശരിക്കും എനിക്ക് യേശുക്രിസ്തുവിനെ ഒത്തിരി ഇഷ്ടമാണ്. എന്താ കാരണമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുക, ഓളൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ലേ, എന്നാൽ പിന്നെ അവൾക്ക് അവളുടെ ജാതിയിലുള്ള അല്ലെങ്കിൽ അവളുടെ മതത്തിലുള്ള യേശുവിനെ സ്നേഹിച്ചല്ലേ പറ്റൂ. ഒരിക്കലുമില്ല. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ യേശു ക്രിസ്തുവിനെ എനിക്ക് ഇത്രയധികം ഇഷ്ടമെന്ന് പറയുന്നത്. ഞാൻ ബൈബിളിൽ വായിച്ചൊരു വചനം ഓർക്കുകയാണ് ഈ സമയത്ത് പറയുവാനായിട്ട്. അതായത് യേശു ക്രിസ്തു വെറുതെ മണൽത്തരികളിലിരുന്ന് തറയിൽ എന്തോ കുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തോ വെറുതെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു പെണ്ണിനെ, ഒരു സ്ത്രീയെ കുറേ പേര് ചേർന്ന് കല്ലും കൊണ്ട് ഓടിക്കുകയാണ് എറിയുവാനായിട്ട്. കല്ല് കൊണ്ടുവന്ന് കൈകളിൽ നിറയെ കല്ലുകളുമായിട്ട് ആ ലേഡിയെ ഒത്തിരി ദൂരെ എറിയുവാണ്. അവൾ ഓടി രക്ഷപ്പെടുകയാണ്. ഓടി വന്നെത്തുന്നത് പുള്ളിക്കാരൻ നിലത്തിരുന്ന് എന്തോ എഴുതിയിട്ടിരിക്കുക, വെറുതെ ഇരുന്ന് എന്തോ കുത്തിക്കുറിക്കുന്നു. ഇവൾ തന്നെ രക്ഷിക്കാൻ ആരുമില്ലേ എന്നുള്ള പരിഭ്രാന്തിയിൽ ആ സ്ത്രീ ഓടുവാണ്. അവളോടൊപ്പം ഒത്തിരി പേര് കല്ലും കൊണ്ട് ഓടുക. അവളെ പാവിയായിട്ട് മുദ്ര കുത്തിയിട്ട് ഇവളിനി ഭൂമിക്ക് അർഹതപ്പെട്ടവളല്ല, ഇവളിവിടെ ജീവിക്കുവാനുള്ളവളല്ല, ഇവളിനി നമ്മളെക്കാളും വലിയ പാവിയാണ്, അല്ലെങ്കിൽ ഇവൾ വലിയ പാവിയാണ്, ഇവൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവകാശമില്ല എന്നുള്ള ഒരു അവകാശവാദത്തിൽ ഒത്തിരി ജനങ്ങൾ കയ്യിൽ കല്ലും പിടിച്ചു കൂടെ കൊണ്ട് ഓടുക, എറിഞ്ഞു കൊല്ലിക്കാനും നാട് കടത്തിക്കാനും. പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവനുണ്ടെങ്കിൽ കല്ലെറിയുക. ഒരൊറ്റ വചനം, ഇത് മാത്രമേ യേശുദേവനോടെ പറഞ്ഞുള്ളൂ. പറഞ്ഞിട്ട് വീണ്ടും തറയിലേക്ക് ഇരുന്ന് കുത്തി എന്തോ എഴുതിയിട്ടിരിക്കുക, വെറുതെ നിലത്ത് എന്തോ എഴുതിയിട്ടിരിക്കുക. വേറെ ഒന്നും പറയാൻ നിന്നില്ല. നിങ്ങളിൽ പാപം ചെയ്യാത്തവനുണ്ടെങ്കിൽ കല്ലെറിയുക. എടോ സഹോദര സഹോദരി, ഒത്തിരി പാപങ്ങൾക്ക് അടിമയാണ് നമ്മൾ ഓരോരുത്തരും. സ്വയം ഒന്ന് വിചിന്തനം ചെയ്തു നോക്കുക, നമ്മൾ എത്രത്തോളം പാപത്തിന് അടിമയാണെന്ന്. നമ്മൾ ജനിക്കുന്നത് തന്നെ പാപത്തിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ പറയും, ഒരു ജന്മം കൊടുക്കുന്നത് എങ്ങനെ പാപമാകുന്നു? ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. ഞാൻ ഇവിടെ വന്ന വിഷയം യേശു ക്രിസ്തുവിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയാനാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മനുഷ്യന്മാരെ സൃഷ്ടിക്കുകയും ഈ പ്രകൃതിയെ തന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവ് സൃഷ്ടിച്ച മനുഷ്യൻ പാപത്തിലേക്ക് കടക്കുന്നു. പാപങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി, പാപങ്ങൾ കൊണ്ട് ഒരു കൂടാരം പണിയുന്നെന്ന് കണ്ടപ്പോൾ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു. ആരെക്കൊണ്ട് പറ്റും? ഇന്ന് പ്രണയിച്ചിട്ട് കാതലിക്ക് അല്ലെങ്കിൽ ലവറിന് വേണ്ടി ലവറും ഇരിക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ട്, സ്വന്തം അച്ഛന് വേണ്ടിയിട്ട്, സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവൻ ബലി കഴിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ഇടത്ത് യേശു ക്രിസ്തു ഈ ലോക ജനതയ്ക്ക് വേണ്ടിയിട്ട് കുരിശുമരണം വഹിച്ചു ഉയർത്തെഴുന്നേറ്റ നാഥനാണ്. ശരിക്കും അമ്മേ, ഞാനിതാ പോകുന്ന വഴി ഒത്തിരി ഭാരം നിറഞ്ഞതാണ്.
അല്ലെങ്കിൽ ഈ പോകുന്നൊരു കാര്യം എനിക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി വേദന വരും. അമ്മേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണേ. മനസ്സറിഞ്ഞ് മാതാവിനെ വിളിച്ചുകൊണ്ട് മാധ്യസ്ഥം വഹിച്ച് അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അണവിടാതെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. സത്യം. ശരിക്കും ദൈവത്തിൻ്റെ വഴി അനുസരിച്ച് ദൈവം ആരെന്ന് മനസ്സിലാക്കി ഈ പറയും പോലെ നമ്മൾ 24 മണിക്കൂറും ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള കള്ളിയും കള്ളന്മാരും അല്ലെങ്കിൽ ക്രൂവലായിട്ടുള്ള മൈൻഡുള്ള ഏതൊരു ആൾക്കാരും കൂടുതലായിട്ട് കാണുന്നത് ആരാധനാലയങ്ങളിലാണ്. 24 മണിക്കൂർ ഒരു പള്ളിയിലുണ്ടാവും. എന്തിന്? ദൈവത്തെ ആരാധിക്കാനെന്ന വ്യാജേന 24 മണിക്കൂറും പള്ളിയിലെ എല്ലാ ആരാധനയിലും പങ്കെടുക്കും. പക്ഷേ ദുഷിച്ച മനസ്സ്. ദൈവം പറയുന്നില്ല 24 മണിക്കൂർ നീ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, നീ എന്നെ വന്ന് ആരാധിക്കും പറയുന്നില്ല. നിനക്ക് 24 മണിക്കൂർ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ 1 മണിക്കൂർ എനിക്ക് വേണ്ടിയിട്ട് നീ ഉപയോഗിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ പള്ളിയിൽ പോകുന്നവരും അല്ലെങ്കിൽ കോവിലിൽ പോകുന്നവർ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പോകുന്നവർ 99% മനസ്സിൽ ഭയങ്കര കീടങ്ങളാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ പരദൂഷണം തുടങ്ങും. ഒരാൾക്ക് നടക്കാൻ വഴി കൊടുക്കില്ല, അയാൾക്ക് കണ്ണിന് കാഴ്ച അല്ലെങ്കിൽ അയാളുടെ പ്രകാശമായ ആ വെളിച്ചത്തെ ഓഫ് ചെയ്ത് കളയും. ദാഹിച്ച ജലം എടുക്കാൻ അനുവദിക്കുകയില്ല. എന്തൊക്കെ തടസ്സങ്ങളാണ്. പക്ഷെ അവരെ നോക്കിയാൽ അവർ ഏത് സമയത്തും ദേവാലയത്തിനുള്ളിൽ കാണും, ആരാധനാലയത്തിൽ കാണും. എന്നിട്ട് മറ്റുള്ളവരെ, ആരാധനാലയത്തിൽ പോകാത്തവരെ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് പറ്റുന്ന ആൾക്കാരെ ചൂണ്ടിക്കാണിച്ച് വിദ്വേഷവും പറഞ്ഞ് നടക്കും. ദൈവം പറഞ്ഞത് ദൈവത്തെ ഓർക്കണമെന്ന് മാത്രമാണ്, ദൈവത്തെ ആരാധിക്കണമെന്ന് മാത്രമാണ്. 24 മണിക്കൂർ നീ എന്നെ ഒന്ന് ആരാധിക്കുന്നു ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ അതൊന്നും എടുത്ത് കാണിച്ചു തരണം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എടോ, നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ദൈവത്തെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. ആ വിചാരിക്കുന്ന സമയം, ഏതൊരു കാര്യത്തിന് ദൈവത്തെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരിക്കുന്ന സമയം നടത്തി തരുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ബാക്കി വീഡിയോയിലൂടെ നിങ്ങൾ കാണുക. ഇതാണ് നിങ്ങൾ പുരോഹിത വർഗത്തിന്റെ വിജയം. എന്തിനും ഏതിനും ഒരു ഉത്തരവുണ്ട്. പട്ടിണിയും കഷ്ടപ്പാടുമായിട്ട് നരകിച്ച് ജീവിക്കുന്ന ഒരു നീതിമാനെ ചൂണ്ടിക്കാണിച്ചു തന്ന നിങ്ങൾ പറയും സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതാണ്. കള്ളനും കൊലപാതകിയും എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടിയും ജീവിക്കുന്നത് കാണിച്ചു തന്നാലോ? അതിനുമുണ്ട് ഒരു ഉത്തരം. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുവെന്ന്. ഇതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ നീതിയെങ്കിൽ ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല അച്ചോ. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് സാമിന്റെ ലൈഫ് സാമിന്റെ മുമ്പിൽ കൊടുക്കുന്ന ചോദ്യങ്ങളാണ്. കെന്ന അങ്ങനെ ഒരു ക്രൈസിസിൽ കൂടെ കടന്നുപോയാൽ കെന്നയും ചോദിക്കും. ഞാൻ അങ്ങനത്തെ ക്രൈസിസുകളിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ആത്മീയ ഗുരുക്കന്മാരോട്, നമുക്ക് ഒരു ഉത്തരവുണ്ടല്ലേ എല്ലാത്തിനും. ചില ഉത്തരങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ, തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ടേക്ക് ഇറ്റ്. ഇനി നിങ്ങളെ സഹായിക്കുന്നില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കരമായിട്ട് ഹേർട്ടായിപ്പോയ ഒരാൾ, ഭയങ്കരമായിട്ട് കീറി മുറിഞ്ഞ ഒരാൾ, അയാൾ ഒരു പുരോഹിതന്റെ അടുത്ത് ചെല്ലുന്നു. ആ പുരോഹിതൻ അയാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ, നീ ഒന്ന് പ്രാർത്ഥിച്ചോ, നീ ഒന്ന് ശാന്തമായിട്ടിരിക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരു പുരോഹിതനുള്ളത് നല്ലതല്ലേ? ഓപ്ഷനൊന്നും നല്ലത്. അങ്ങനെ ഒരാൾ അവിടെ വേണം, ആരിലൊക്കെ വേണം. ആരും ഇല്ലാത്തവർക്ക് ഒരു സഹായം ആയിട്ട് ഞങ്ങൾക്ക് പുരോഹിതന്മാർക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ ഉത്തരവായിരിക്കും. അതെല്ലാവരെയും തൃപ്തിപ്പെടുത്തണമെന്നില്ല, തൃപ്തിപ്പെടുത്താനല്ല പറയണം. നെടുമുടി വേണുവിന് അതിനൊരു ഉത്തരവുണ്ട്. ആ ക്യാരക്ടർ, ആ അച്ഛനൊരു ഉത്തരവുണ്ട്. ആ ഉത്തരം ഈ അച്ഛനാണ് പിന്നീട് ഈ സാമിനെ സഹായിക്കാൻ പോകുന്നത്. ഉത്തരം കൊടുത്തല്ലേ പറ്റുള്ളൂ. കന്ന ഒരാൾ ഒരു രോഗമായിട്ട് വന്നു, നീ മുടിയട്ടെ എന്നാണോ പുരോഹിതൻ പറയണേ? പുരോഹിതനൊരു ഉത്തരവുണ്ട്, ഈ രോഗം കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അല്ലാണ്ട് രോഗിയായ ഒരാളോട് നമ്മൾ വേറെ എന്ത് തിയറിയാ പറഞ്ഞു കൊടുക്കണ്ടേ? ഞങ്ങൾക്കൊരു ഉത്തരവുണ്ട്, എല്ലാത്തിനും അല്ല. ആ ഉത്തരത്തിൻ്റെ പേര് ഈശോ എന്നാണ്.
நான் மட்டும், அவர் ஒரு இந்து துறவின்னு பேரு, ஆனா அவரு கிறிஸ்தவ மதத்தை எப்படி அரவணைத்துக் கொண்டார் தெரியுமா? அவர் சொன்ன ஒரு வார்த்தையை நல்லா கவனிங்க. 3 மதத்துக்கும் அவர் ஒரே ஆளு. அவர் சொல்றாரு, நான் மட்டும் இயேசு கிறிஸ்து பிறந்த ஜெருசலத்தில் பிறந்திருந்தேன் என்றால், அவர் பேசுறார், சுவாமி விவேகானந்தர் பேசுறார், நான் மட்டும் ஜெருசலத்தில் பிறந்திருந்தால் இயேசு கிறிஸ்துவின் பாதத்தை, இயேசு கிறிஸ்துவ அவ்வளவு பிடிக்கும் அவருக்கு, அவருடைய டீச்சிங்ஸ். அவர் சொல்றாரு, நான் மட்டும் ஜெருசலத்தில் பிறந்திருந்தால் இயேசு கிறிஸ்துவின் பாதத்தை என்னுடைய கையை வெட்டி அந்த ரத்தத்தால், காலை வெட்டி அந்த ரத்தத்தால், கழுத்தை வெட்டி அந்த ரத்தத்தால்னு சொல்லல, என்னுடைய இருதயத்தின் ரத்தத்தால் அவர் காலை கழுவுவேன்னு சொன்னாருங்க சுவாமி விவேகானந்தர். നീ എന്തിനിറങ്ങിയാലും ദൈവവിചാരത്തോടെ ഇറങ്ങിക്കോ, നീ തോക്കത്തില്ലെന്ന്. അതാ ഈ വാക്ക് യോനാ പ്രവാചകൻ മനസ്സിനകത്ത് കെട്ടുകണക്കിന് പ്രാർത്ഥനാ പുസ്തകം വെച്ച് പ്രാർത്ഥിച്ചൊന്നുമില്ല. ആ പ്രതിസന്ധിയിൽ ദൈവത്തെ ഒന്ന് ഓർത്തു. അതവനെ എത്തിച്ചത് ദൈവാനുഗ്രഹമുള്ള കരയിലാണ്. യോനാ പ്രവാചകൻ പ്രാർത്ഥിച്ചത് കടലിന്റെ അടിയിലെ മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന് പായലുകൾ എന്നെ വലഞ്ഞു, ജലപ്രവാഹം എന്നെ ചുറ്റി വരിഞ്ഞു, എനിക്കിനി ഒന്നും കാണാൻ പറ്റുന്നില്ല, എന്റെ ജീവിതം ഇരുട്ടില്ല, എന്റെ ഭാവി പോയി, എന്റെ പ്രതീക്ഷ പോയി. ഈ അടിത്തട്ടിൽ നിന്ന് സ്വന്തം ബുദ്ധിയിൽ നിനക്ക് കയറാൻ പറ്റില്ലായിരിക്കാം, ഈ അടിത്തട്ടിൽ നിന്ന് സ്വന്തം ശക്തി കൊണ്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ലായിരിക്കാം, ഈ അടിത്തട്ടിൽ കിടന്ന് ഒരു പടി നിനക്ക് മുന്നോട്ട് കയറാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ അടിത്തട്ടിൽ കിടന്ന് ദൈവത്തെ ഒന്ന് ഓർക്കാൻ പറ്റൂലേ? ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ലേ? எனக்கு ரொம்ப பிடிக்கும் இயேசு கிறிஸ்துவை. ஏன் தெரியுமா? ஒரு பெண்ணை நின்னு கல்லடிச்சு கொல்றதுக்காக ஒரு பெண்ணை சேர்க்கிறாங்க, கொண்டு வந்து நிறுத்திட்டாங்க, சுத்தி நிக்கிறாங்க, கல்லடிப்பட்டு அவ சாகணும், ஒழுக்கம் இல்லாத ஏதோ ஒரு காரியத்தை செஞ்சா. மண்ல எழுதுறாங்க மனுஷன், எல்லாரும் அவரைதான் பார்த்துட்டு இருக்காங்க. கீழே உட்கார்ந்து மண்ணில் எழுதுகிறார், ஹீப்ரூவில் எழுதுகிறார். என்ன எழுதினார் தெரியுமா? உங்களில் எவன் பாவம் செய்யவில்லையோ அவன் முதல் கல்லை எறியட்டும். ஒருத்தனால் அடிக்க முடியலையே கல்லெடுத்து. அழகிகள் கைதுன்னு தானே சொல்றாங்க, அழகன்கள் எங்கே போனார்கள்? அவர்களை பற்றி எந்த குறிப்பும் இல்லையே. அப்படித்தானே போடுறாங்க. பெண்கள் குறித்து தானே எல்லா வசைகளும். முதலில் பெண்ணுக்கான விஷயங்கள் நடைபெறுகின்ற பொழுது அதற்கான ஒரு சமூக குரலாக தன்னை முன்னிறுத்தி கொண்ட குரலாக இருந்தது இயேசு கிறிஸ்துவின் குரல். நான் இப்படிதான் இயேசு கிறிஸ்துவை பார்க்கிறேன். കുറച്ച് നാളുകളായിട്ട് ഇതാണ് എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ. നിങ്ങളിൽ എത്ര പേർക്ക് ഇതാരാണെന്നറിയാം എന്നെനിക്കറിയില്ല. ഇദ്ദേഹത്തിൻ്റെ പേര് ആക്ടർ ജൊനാഥൻ റൂമി. വ്യക്തമായി പറഞ്ഞാൽ ദ ചോസൻ എന്ന വെബ് സീരീസിൽ ജീസസ് ക്രൈസ്റ്റിന്റെ റോൾ പ്ലേ ചെയ്യുന്നു. ജൊനാഥൻ റൂമി തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസങ്ങളിലൊന്നായിരുന്നു. എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെട്ടു, എന്റെ വീട് നഷ്ടപ്പെട്ടു, എനിക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ട് തെരുവോരത്തിരുന്നപ്പോഴാണ് അന്ന് വരെ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. ഞാൻ അടുത്ത് കണ്ട ദേവാലയത്തിലേക്ക് കയറി അൾത്താരയ്ക്ക് മുന്നിൽ മുട്ടുകൾ മടക്കി ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എന്റെ ജീവിതവും എന്റെ കരിയറും നിനക്ക് പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു. നിനക്ക് വേണ്ടത് അതുകൊണ്ട് ചെയ്തുകൊള്ളുക. അത്ഭുതമൊന്നും അന്ന് സംഭവിച്ചില്ല. പക്ഷെ അന്ന് ദേവാലയത്തിന് പുറത്തേക്ക് പോയപ്പോൾ എനിക്ക് മനസമാധാനം ഉണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് ആളുകൾ എന്നെ കാണാനെത്തി. അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ ദ ചോസൻ എന്ന പേരിൽ ഒരു വെബ് സീരീസ് ആരംഭിക്കുന്നുണ്ട്, അതിൽ ജീസസ് ക്രൈസ്റ്റിന്റെ റോൾ പ്ലേ ചെയ്യാമോ? ആൻഡ് ദാറ്റ് മെയ്ഡ് ഓൾ ദി ഡിഫറൻസ്. ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ ഒറ്റയ്ക്ക് പരിശ്രമിച്ച് പരാജയപ്പെടുമ്പോഴെങ്കിലും നമുക്ക് പറഞ്ഞുകൂടെ, ലോർഡ് ഐ സറണ്ടർ. കൽക്കട്ടയിലെ മദർ തെരേസയാണ് ഇപ്രകാരം പറയുക, ദ മോർ വി ലെറ്റ് ഗോ, the more he takes over. Amen.